ഹലോ കുട്ടികളെ, അപ്പോൾ നമുക്ക് +1 കെമിസ്ട്രിയിൽ നമുക്ക് മേ ബി അറിയാമായിരിക്കും ഹൈബ്രിഡൈസേഷൻ എന്ന ടോപ്പിക്കിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരും കേട്ടോ. അപ്പോൾ നമുക്ക് +1 കെമിസ്ട്രിക്ക് നിങ്ങൾ ടൈം ടേബിൾ പ്രകാരം പഠിക്കാൻ സമയമുണ്ട്. എന്നാൽ നമ്മൾ ഒരു വിധം പഠിച്ചൊക്കെ തീർത്ത് വെക്കണം. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഞാൻ കെമിസ്ട്രി എടുത്ത് തരും കേട്ടോ. +1 കെമിസ്ട്രി എടുത്ത് തരും, ആരും വിഷമിക്കേണ്ട. ഹൈബ്രിഡൈസേഷനിൽ ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരു ഷോർട്ട് ട്രിക്ക്, 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് ഇത് മീത്തേൻ, ഓക്കെ, ഇത് ഈത്തേൻ CH3 ഇത് ഈത്തീൻ CH2 ഡബിൾ ബോണ്ട് CH2, ഇത് ഈത്തൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH. ക്ലിയർ ആണേ? ഞാൻ പറയുന്നു ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്, ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്, ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുത്തിയിരുന്ന് കാണാതെ പഠിക്കുമോ? പഠിക്കരുത്, പറഞ്ഞു തരാം. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3, കാർബൺ ടു കാർബൺ ഡബിൾ ബോണ്ട് വരെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2, കാർബൺ ടു കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp. ഇവിടെ കാർബൺ ടു കാർബൺ ട്രിപ്പിൾ ബോണ്ട് വന്നുകൊണ്ട് ഹൈബ്രിഡേഷൻ sp, കാർബൺ ടു കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ ഹൈബ്രിഡേഷൻ sp2, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3. CH4ൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, കാർബൺ മാത്രമേ ഉള്ളൂ, sp3. ഓക്കെ, CH4 അവിടെ ഇരിക്കുക, പിന്നെ പറഞ്ഞു വേറെ രീതിയിൽ വേണമെങ്കിലും പറഞ്ഞുതരാം. അപ്പോൾ കാർബൺ ടു കാർബൺ സിംഗിൾ ബോണ്ട് വന്നാൽ sp3, ഡബിൾ ബോണ്ട് വന്നാൽ sp2, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ആരാണ്? sp. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ sp. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇൻ ടേംസ് ഓഫ് ബോണ്ടിൽ മനസ്സിലായല്ലോ. സിംഗിൾ ബോണ്ട് വന്നാൽ, ഡബിൾ ബോണ്ട് വന്നാൽ, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ എങ്ങനെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കണമെന്ന് എൻ്റെ കുട്ടികൾക്ക് പിടി കിട്ടിയോ? പക്ക ഓക്കെ ആണോ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്നാ പിടി. വേറെ സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ആൾക്കാർ എഴുതിയിടുകയാണേ. CH4ൻ്റെ ഹൈബ്രിഡൈസേഷൻ B, അത് ഓർഡറിൽ എഴുതി തരാം കേട്ടോ, അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ബെറീലിയം ഫ്ലോറൈഡ് BF3 CH4 PCl5 SF6, ഇത്രയും ആൾക്കാരുടെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഇതിലേക്ക് സെൻട്രൽ ആറ്റം നിങ്ങൾക്ക് അറിയാമല്ലോ. ബെറീലിയം ഫ്ലോറൈഡിലെ സെൻട്രൽ ആറ്റം ബെറീലിയം, ഇതിൽ ബോറോൺ, ഇതിൽ കാർബൺ, ഫോസ്ഫറസ്, സൾഫർ. ഇതൊന്നും ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട, ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാലോ. sp2 sp3 sp3 കഴിഞ്ഞ sp3d ഇങ്ങനെ എഴുതാൻ അറിയാമല്ലോ, അതെല്ലാവർക്കും അറിയാം. അപ്പം ബെറീലിയം ഫ്ലൂറൈഡിൽ സെൻട്രൽ ആറ്റം ഒഴികെ ബാക്കി ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ 2 ഫ്ലൂറിനില്ലേ, അപ്പം 2 ഓർബിറ്റൽ വേണം. 2 ഓർബിറ്റൽ വേണം എന്ന് പറയുമ്പം ഹൈബ്രിഡൈസേഷൻ sp, ഒരു എസും ഒരു പിയും. BF3 ബോറോണിനെ മാറ്റുക, ഫ്ലൂറിൻ 3 ഫ്ലൂറിനില്ലേ, അപ്പം 3 ഓർബിറ്റൽ വേണമെന്ന് പഠിച്ചു വയ്ക്കുക. 3 സബ്ഷെൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ ഒരു എസും 2 പിയും, sp2 ഹൈബ്രിഡൈസേഷൻ. CH4 സെൻട്രൽ ആറ്റം പോട്ടെ, ബാക്കി H4 4 ഹൈഡ്രജൻ ഇല്ലേ, അപ്പോൾ എത്ര ഓർബിറ്റൽ വേണം? 4 ആൾക്കാർ വേണം. അപ്പോൾ ഒരു എസും 3 പിയും ആകുമ്പോൾ 4 പേരായി. ക്ലിയർ? ഇനി PCl5 ഫോസ്ഫറസ് സെൻട്രൽ ആറ്റം മാറ്റി വയ്ക്കാം. Cl5 5 ക്ലോറിൻ ഇല്ലേ, അപ്പം 5 പേര് വേണം. അപ്പം ഒരു എസ് 3 പി, പി 3 ഉള്ളൂ, അത് കഴിഞ്ഞില്ല. അപ്പം 4, ഒരു എസും 3 പിയും കൂടെ 4 പേരായി. അപ്പം ഡിയെ വിളിക്കുക, ഒരു ഡി, അപ്പം sp3d. അടുത്ത SF6 സെൻട്രൽ ആറ്റത്തിനെ മാറ്റി വയ്ക്കുക. F6 ഫ്ലൂറിൻ 6 പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് 6 ഹൈബ്രിഡ് ഓർബിറ്റൽ വേണം. ഒരു എസ് 3 പി, എത്ര എണ്ണമായി? 4 എണ്ണമായി. ഇനി 2d sp3d2. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോ? ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് പറഞ്ഞു തരാം. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? പിടി കിട്ടിയോ? ക്ലിയർ ആണേ? ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ എഴുതുന്നത്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൻ്റെ കേസിൽ ഇങ്ങനെയും, അതല്ലാത്ത കേസിൽ ഇങ്ങനെയും. ഇതൊക്കെ ബോണ്ടഡ് പെയർ ഇലക്ട്രോൺ മാത്രമുള്ള കേസാണ്. ലോൺ പെയർ വരുമ്പം മാറും. അത് വാട്ടറിൻ്റെയും NH3യുടെ ഹൈബ്രിഡേഷൻ ആണ്. അത് ഞാനത് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണോ? ഈ എല്ലാ ആൾക്കാരുടെയും ഹൈബ്രിഡൈസേഷൻ എങ്ങനെ ഇത് വന്നു എന്ന് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം, ലൈവിൽ എടുത്തു തരാം. അങ്ങനെ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എടുത്തു തരാം. ഇത് മനസ്സിലായോ? ഇതാണ് കോൺസെപ്റ്റ്. ആദ്യം കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഹൈബ്രിഡേഷനിലോട്ട് അങ്ങ് പഠിക്കുക, പിന്നെ എളുപ്പമായിരിക്കും. മറ്റേ നിങ്ങൾ BF2 SP, BF3 SP, sp2 CH4 sp3 എന്നൊക്കെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. ഇതാണ് എൻ്റെ ഹിൻറ്റ്, എൻ്റെ ഷോർട്ട് കട്ട്, എൻ്റെ മെത്തേഡ് ഇതാണ്.
ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും, എക്സാമിന് ചോദിക്കും ഡയറക്റ്റ് ആയിട്ട്. ഇനി എങ്ങനെ ഈ PCL5 sp3d എന്ന മനസ്സിൽ ആൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമാണ്. ഹൈബ്രിഡേഷൻ ഭയങ്കര സിമ്പിൾ സാധനമാണ്, നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ ഷോർട്ട് ട്രിക്കുകൾ, പെട്ടെന്ന് മാർക്ക് കിട്ടാൻ പറ്റുന്ന ട്രിക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ നെയിമിംഗ് നമ്മൾ ലൈവിൽ എടുത്തുതരാം. എല്ലാവരും ജോയിൻ ചെയ്യണം. 10-ാം തീയതിക്ക് ശേഷം ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ 1 വീക്ക് കാണത്തില്ല. നാളെ മുതൽ ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പിന്നെ +1 കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീ റിവിഷൻ ക്ലാസ് ആണ്. ഒരു പൈസയും വാങ്ങിക്കുന്നത്, എല്ലാം ഫ്രീ റിവിഷനായിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. വിത്തൗട്ട് എനി പൈസ, ഒരു പൈസയും നമ്മൾ വാങ്ങിക്കുന്നില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്ത് തരാം. നമുക്ക് ഏത് മെറ്റീരിയൽ എവിടെ നിന്ന് ഷെയർ ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.